For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം പാർട്ടി അന്വേഷണ കമ്മീഷൻ സ്ഥിരീകരിച്ചു. അഴിമതി ആരോപണം അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന് റിപ്പോർട്ട് കൈമാറി. മെഡിക്കൽ കോളേജ് അനുവദിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് ബി.ജെ.പി. നേതാക്കൾ പണം വാങ്ങിയത്. വർക്കല എസ്.ആർ. കോളേജ് ഉടമ ആർ. ഷാജിയാണ് ബി.ജെ.പി. സഹകരണ സെൽ കൺവീനർ ആർ.എസ്. വിനോദിന് 5.6 കോടി രൂപ കൈമാറിയത്. ഡൽഹിയിലെ സതീഷ് നായർക്ക് കുഴൽപ്പണമായും പണം നൽകിയിട്ടുണ്ട്. ആർ.എസ്. വിനോദിന് പണം കൈമാറിയത് ബി.ജെ.പി. അന്വേഷണ കമ്മീഷൻ സ്ഥിരീകരിച്ചു. കേന്ദ്രഭരണത്തിന്റെ മറവിലാണ് ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ പണം തട്ടിയെടുത്തത്. തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിന് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരം വാങ്ങി നൽകാനും മെഡിക്കൽ കോളേജ് അനുവദിക്കാനും ഒത്താശ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ബി.ജെ.പി. നേതാക്കൾ പണം വാങ്ങിയത്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ഡി. രമേശിനെ കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചെർപ്പുളശ്ശേരിയിലെ കേരള മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരം വാങ്ങി നൽകാൻ എം.ഡി. രമേശ് ഒത്താശ ചെയ്തെന്നും ആരോപണമുണ്ട്. കാര്യം നടക്കാതെ ആയതോടെയാണ് ആർ. ഷാജി പരാതിയുമായി ബി.ജെ.പി. നേതൃത്വത്തെ സമീപിച്ചത്. ബി.ഡി.ജെ.എസ്. അനുഭാവിയായ ഷാജി ഇക്കാര്യം അറിയിച്ചതോടെ ബി.ഡി.ജെ.എസ്. നേതൃത്വവും പ്രശ്നത്തിൽ ഇടപെട്ടു. ആരോപണം ചൂടുപിടിച്ചതോടെയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം എ.കെ. നസീർ, കെ.പി. ശ്രീശൻ എന്നിവർ അംഗങ്ങളായ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. ഇതിനു മുൻപ് ബി.ജെ.പി. കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്ന കാലത്തും സംസ്ഥാന നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ട്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ പെട്രോൾ പമ്പുകൾ അനുവദിക്കാൻ ഒത്താശ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി ബി.ജെ.പി. നേതാക്കൾ പണം തട്ടിയെന്നായിരുന്നു അന്ന് ഉയർന്നിരുന്ന ആരോപണം. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.